പെൻഷൻ ക്ഷേമ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടു. 18% പലിശ നിരക്കിൽ പണം തിരികെ പിടിക്കാനും GAD സെക്ടറുടെ നിർദ്ദേശം. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടി നിർദ്ദേശം നൽകിക്കൊണ്ട് തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയത്. പാർട്ട് ടൈം സൂപ്പർമാരെ പിരിച്ചുവിടണമെന്ന പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി ഉത്തരവ് നൽകിയിട്ടുണ്ട്. 18% പലിശ നിരക്കിൽ കൈപ്പറ്റിയ പെൻഷൻ തുക തിരികെ പിടിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതും പണം തിരികെ പിടിക്കുന്നതുമായിട്ടുള്ള വിഷയം മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അതേസമയം ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജീവനക്കാർക്കെതിരെയാണ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ പെൻഷൻ തട്ടിച്ച പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ പറ്റുന്നവർക്ക് വേണ്ടി കൂട്ടുനിന്നിട്ടുണ്ട്. ഇതിനെതിരെയും ഒരു നടപടി സ്വീകരിക്കാനോ അന്വേഷണം തുടരാനോ പൊതുഭരണ വകുപ്പോ മറ്റു വകുപ്പുകളോ തയ്യാറാകുന്നില്ല എന്നതും പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ സാധിക്കുന്നു. ജനം, തിരുവനന്തപുരം.